ക്വസ്റ്റ്യൻ നമ്പർ 9 ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻ എന്ന ടോപ്പിക് എടുത്തിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം: ഐഡന്റിഫൈ എ ആൻഡ് ബി ഇൻ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ. ടുളുവിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്ലോറിനേഷൻ നടത്തി എയിലേക്ക് വന്ന് എയിനെ ഹൈഡ്രലൈസ് ചെയ്ത് ബി ആക്കി മാറ്റുന്നു. ആരാണ് ബി, ആരാണ് എ എന്നാണ് ചോദ്യം. നമുക്ക് പരിചയമുള്ള ചോദ്യമാണ്, പരിചയമുള്ള റിയാക്ഷനാണ്. നോക്കൂ മക്കളെ, ടുളുവിനെ നമ്മൾ ക്ലോറിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ആണ്, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, സോ എ എന്ന് പറയുന്നത് ടുളുവിനിലെ CH3 ഗ്രൂപ്പിൽ നിന്ന് 2 ഹൈഡ്രജനുകൾക്ക് പകരം 2 ക്ലോറിനുകൾ കയറി വരുന്ന CHCl2 ആയിട്ട് മാറും. NCERT-യിലുണ്ട്. ഇവനെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ എന്തായി മാറും മക്കളെ? ഇവനെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ നോക്കൂ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് CHOH ട്വൈസ് ആയിട്ട് മാറും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരേ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന 2 OH ഗ്രൂപ്പുകളിൽ നിന്ന് 1 മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയാൽ, ഇത് OH ആണ്, H അല്ല, OH ആണ്. 1 മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എന്തായിട്ട് മാറും? ബെൻസാൾഡിഹൈഡായി മാറും എന്ന് NCERT-യിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവനാണെന്നും ബി എന്ന് പറയുന്നത് ഇവനാണെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് എ ആൻഡ് ബി. ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ.